എന്റെ പേര് സാരംഗ്. ആദരണീയരായ ഗുരുജനങ്ങളെ, സ്നേഹം നിറഞ്ഞ വിശിഷ്ടാതിഥികളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നാം ഒക്കെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ നമ്മുടെ വാർഷികം കടന്നു പോകുന്നത്. കൊറോണ എന്ന മഹാമാരി നമ്മെ വീട്ടിലിരുത്തുമ്പോൾ ഒരു വലിയ പാഠം കൂടി നമ്മൾ പഠിക്കുകയാണ്. കോവിഡ് നമുക്ക് നൽകുന്ന പാഠമെന്ത്? നമ്മൾ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് കൊറോണ വൈറസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിലും ഇത്തരം മഹാമാരികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ മനുഷ്യർ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിച്ചിട്ടുമുണ്ട്. അങ്ങനെ കൂടെ പ്രതിരോധത്തിലൂടെയാണ് നാം ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. നമുക്ക് അന്നത്തിന്റെയും മനുഷ്യബന്ധത്തിന്റെയും വില മനസ്സിലായിരിക്കുന്നു. പ്രളയവും കൊറോണയും ഒക്കെ ഓരോ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പുറത്തിറങ്ങാതെ വീട്ടിലിരിക്കുമ്പോഴാണ് പലരും മുത്തശ്ശിയെ കണ്ടതും ആ മടിയിൽ കിടന്ന് മുത്തശ്ശി കഥ കേട്ടതും. ലോക്ക്ഡൌൺ വരുന്നതിന് മുമ്പ് മുത്തശ്ശിയുടെ മുഖം പോലും പലരും ശരിക്കും കണ്ടില്ല. ഇന്നാണ് ആ സ്നേഹം മനസ്സിലായത്. നാട്ടിലെയും പറമ്പിലെയും വീട്ടുവളപ്പിലെയും ഒക്കെ കുറെ നാടൻ ഇലക്കറിയും നാടൻ പച്ചക്കറിയും നമ്മുടെ അടുക്കളയിലെ പ്രധാന വിഭവമായി മാറിയിരിക്കുന്നു. നമ്മൾ ചക്കക്കുരിശിക്കും ചക്ക ചില്ലിയും ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നു. ഇത്രയും കാലം ഇതൊക്കെ എവിടെയായിരുന്നു? സുഖങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചലിലെ നമ്മുടെ നാട്ടുവിഭവങ്ങളുടെ രുചിയും മനുഷ്യബന്ധത്തിന്റെ തനിമയും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ പരക്കം പാച്ചലിനിടെ അവനുണ്ടായ വൈറസാണ് കോവിഡ്-19. നാം തന്നെ അതിനെ സ്വയം പ്രതിരോധിച്ച് വയ്ക്കേണ്ടതുണ്ട്. നന്മ നിറഞ്ഞ ഓരോരോ പാഠങ്ങൾ പഠിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. ജാഗ്രതയോടെ ഒറ്റക്കെട്ടായി കൊറോണയെ പ്രതിരോധിക്കാം. ഏവർക്കും നന്ദി, നമസ്കാരം. பெரியோர்களே, நண்பர்களே, நான் இங்க சொல்ல போகும் கவிதை வைரமுத்து அவர்களே வரங்கள். திங்கள் வாழ் நோக்கி உயர வேண்டும், எழுத்தெல்லாம் தொடராகி தெரிய வேண்டும். பெண்ணென்றால் தாய்ங்கு பார்க்க வேண்டும், பெரியோரே அறிந்து வெற்றி வேண்டும். வண்ணங்கள் திரையத பார்வை வேண்டும், வயதுக்கு சரியான வாழ்க்கை வேண்டும். கண்டேடில் சுகம் காணும் ஞானம் வேண்டும், காமாத்தே கடந்தேடும் யோகம் வேண்டும். சொன்னபடி கேட்கின்ற உள்ளம் வேண்டும், சோனாதன் சாகின்ற தேகம் வேண்டும். கண்ணோடு வாய்கிட்டி கண்ணல வேண்டும், கருதுவதை உரைக்கின்ற வன்பை வேண்டும். பண் கொண்ட இசைப்பாடல் பயில வேண்டும், பரவகரே கிருக்கின்ற சிறகு வேண்டும். நண்பர்களே சுரண்டாதே நட்பு வேண்டும், நாளைக்கு கலங்காதே செல்வம் வேண்டும்.
കവിതയിലെ കുറച്ച് ഭാഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി, ചീത്തകൾ കൊത്തി വലിക്കുകയിലും ഏറ്റവും വൃത്തി വിടുപ്പെടുന്നോൾ, കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിയുവോൾ. പൊന്നു പുലേരി ഉണർന്നെണീറ്റു ചെന്നു കിഴക്കുതി പൂട്ടിടുമ്പോൾ, കാളുന്ന വാനത്തു നാളികേര പൂളന്നു ആടിക്കിടക്കുമ്പോൾ, മുറ്റത്തു മത്താഴ വാറ്റു വാനിലിൽ മുറ്റത്തു ചിന്നിയടിഞ്ഞിടുമ്പോൾ, കേൾക്കാം പുളിമരക്കൊമ്പിൽ നിന്നും കാക്ക കരഞ്ഞിടും താരനാദം. ആരാണുറങ്ങുന്നതേൽക്കുകെന്നായി കാരണവത്തിൽ തന്നുക്തി പോലെ, പാടിക്കളിക്കട്ടെ നാലുകെട്ടിൽ മാടത്ത തത്ത കുയിൽ പിറാക്കൾ. ഉൾപ്രിയമെങ്കിലും ഗേഹലക്ഷ്മിക്കെപ്പോഴും കാക്കയോടെന്നു ന്യായം. ഉള്ളിൽ അടുപ്പത്തു മൺകലത്തിൽ നല്ലരി വെള്ളിയായി തുള്ളിടുമ്പോൾ, മേലെ മധുരക്കിഴങ്ങുവള്ളി പോലെ പുക പടർന്നിടുമ്പോൾ, അങ്ങാശുകോലായി
പറയാൻ പോകുന്നത് കൊറോണയെ കുറിച്ചുള്ള ഒരു കവിതയാണ്. കേൾക്കോ കേൾക്കോ കൂട്ടരെ, കൊറോണ എന്നൊരു ഭീകരൻ നമ്മുടെ ചുറ്റും നിൽപ്പുണ്ട്. അവനെ തുരത്താൻ നാമെല്ലാം ജാഗ്രതയോടെ നിൽക്കണം. മാസ്കും ഗ്ലൗസും ധരിക്കണം, കൈകൾ രണ്ടും കഴുകണം. കൊറോണ കാരണം നാമെല്ലാം അടച്ചുപൂട്ടിയിരിപ്പാണ്. തൊണ്ടവേദന ചുമന്നാൽ ഡോക്ടറെ ഉടനെ കാണണം. നമ്മളിൽ ഇല്ലാത്തവനല്ലോ ഉടനെ തന്നെ നശിച്ചിടും. നമ്മളിൽ എത്താനവനല്ലോ ഉടനെ തന്നെ പെരുകിയിടും. അവന്റെ നാശം നമ്മളുടെ ലക്ഷ്യം, അതാണല്ലോ കൂട്ടരെ. പൊരുതി ജയിക്കാൻ അമ്മേ ഭാരതഭൂമി നിൻകഥ ദരവോടെ സ്മരിക്കുമ്പോൾ അറബിക്കടലല പോലെ ഉള്ളിൽ തലതല്ലുകയാണ് അഭിമാനം. അമ്മേ അമ്മേ നിന്റെ ഉദാരത താൻ കഥയെല്ലാം ഓർക്കുമ്പോൾ ഹിമഗിരി ശിഖരം പോലുയരും ഇവരിൽ നിന്നിടും ആനന്ദം. അമ്മേ മക്കൾ തന്നുടെ ധീരത അത്ഭുതത്തിടുമ്പോൾ അവരെ പോലെ നാടിനു വേണ്ടി ഇത് ജയിക്കാൻ